ഇതുപോലെയുള്ള PSC മോട്ടിവേഷൻ വീഡിയോ കാണാൻ വരുന്ന നിങ്ങളുടെ പൊതുവേ ഉള്ളൊരു സ്വഭാവം ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് പൊതുവേ 2 സ്വഭാവമാണുള്ളത്. നിങ്ങളുടെ മനസ്സിലെവിടെയോ ഒരു സ്പാർക്കുണ്ട്. നിങ്ങൾ ഈ ഒരു PSC എഴുതിയെടുക്കും, എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ കഴിയും എന്നൊക്കെ ഒരു ആഗ്രഹവും ആ ഒരു തീപ്പൊരി നിങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിങ്ങനത്തെ വീഡിയോസ് കാണാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ല സ്വയം മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇനി നിങ്ങൾക്കുള്ള രണ്ടാമത്തെ സ്വഭാവം കൂടി പറയാം. ഇത്രയൊക്കെ മോട്ടിവേഷനും സ്പാർക്കും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും ചില സമയത്തൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് തോന്നാറുണ്ട്. അതായത് ഇതൊക്കെ കിട്ടണമെങ്കിൽ തലേവിധി അല്ലെങ്കിൽ തലേവര എന്ന് പറഞ്ഞ കാര്യമുണ്ട്, അതുള്ളവർക്കേ കിട്ടത്തുള്ളൂ, ഞാൻ പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, ലിസ്റ്റൊന്നും വരാൻ ചാൻസ് ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവും നിങ്ങളെ പിറകിലേക്ക് വലിക്കുന്നുണ്ടാവും അല്ലേ. ഇങ്ങനത്തെ 2 ക്യാരക്ടറായിരിക്കും നിങ്ങളിൽ ഒരേ സമയം ഉള്ളത്. ഇതിൽ രണ്ടാമത്തെ കാര്യത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പകുതി ജയിച്ചു എന്നാണ് അർത്ഥം. പണ്ട് മുതലേ പലരും പതപ്പിച്ച് വെച്ചേക്കുന്ന കാര്യമാണ് തലവരെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടത്തുള്ളൂ. വെറുതെയാണ്, പച്ചക്കള്ളമാണ്. അങ്ങനെയൊന്നുമില്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ മെയിൻ ലിസ്റ്റ് വരികയും ജോലിക്ക് കയറുകയും ചെയ്യും. ചിലപ്പോൾ 1-2 വേക്കൻസി ഉള്ളതായിരിക്കും, നമുക്ക് 10ാമത്തെ റാങ്ക് ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ലെന്ന് വരാം. അത് തലവരെയല്ലല്ലോ, അതാ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ഇനി ചില ആളുകൾക്ക് വളരെ കുറവ് മാർക്കായിരിക്കും, പക്ഷേ അവർക്ക് റിസർവേഷൻ ഉള്ളതുകൊണ്ട് അവരാദ്യം കയറിപ്പോവും. അതും തലവരെയല്ലല്ലോ, അത് നമ്മുടെ സിസ്റ്റമാണ്. അതങ്ങനെ അവർ ചെയ്ത് വെച്ചേക്കുന്ന സിസ്റ്റത്തിൽ അതങ്ങനെ ആൾക്കാർ കയറിപ്പോകുന്നതാണ്. നമ്മുടെ തലവരെയല്ല. നമ്മുടെ തലവര നല്ലതാവണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മെയിൻ ലിസ്റ്റിൽ ടോപ്പ് ലിസ്റ്റിൽ തന്നെ വരിക എന്നുള്ളതാണ്. നിങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും റിസർവേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. എപ്പോഴും റിസർവേഷൻ ഇല്ലാതെ ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ കയറും എന്ന വാശിയോടുകൂടി തന്നെ പഠിക്കണം. ആദ്യം നമുക്ക് വേണ്ടത് ജയിക്കാനുള്ള മൈൻഡ് സെറ്റാണ്. ജയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് തോൽവി ഉറപ്പായിട്ടുണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഫസ്റ്റ് PSC തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന്? അങ്ങനെ ഉള്ളവരും ഉണ്ട്, പക്ഷേ എല്ലാ കേസിലും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ LDC ഉണ്ടാവും, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഉണ്ടാവും. ഇങ്ങനത്തെ എക്സാംസിലൊക്കെ നമ്മൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പം അങ്ങനത്തെ എക്സാംസ് എഴുതുമ്പോൾ പലപ്പോഴും നമ്മൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ സപ്ലി ലിസ്റ്റിലായിപ്പോവും. അങ്ങനെ പല തോൽവികൾ നമുക്കുണ്ടാവും. പക്ഷേ അവിടെ കൊണ്ടൊന്നും നമ്മൾ നിർത്താൻ പാടില്ല. പിന്നെയും ജയിക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ PSC കിട്ടുള്ളൂ. കാരണം ഇതൊരു ചെറിയ ക്ലാസ് ടെസ്റ്റ് അല്ല, ഇത് വലിയൊരു പരീക്ഷയാണ്. UPSC പോലെ തന്നെ കോമ്പറ്റീഷനുള്ള വലിയൊരു പരീക്ഷയിലാണ് നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. എത്ര തോറ്റാലും ജയിക്കും വരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത്. ഉദാഹരണമായിട്ട് നിങ്ങൾ 5ാം ക്ലാസ്സിൽ തോറ്റു എന്ന് കരുതിയിട്ട് നിങ്ങൾ പിന്നെ പഠിത്തം നിർത്തുമോ? ഇല്ലല്ലോ. വീണ്ടും അത് എഴുതി പാസ്സാവും. 6ാം ക്ലാസ് പാസ്സാവും, 7ാം ക്ലാസ് പാസ്സാവും. 6ലും 7ലും മാർക്ക് കുറവാണെന്ന് നിങ്ങൾ പഠിത്തം നിർത്തുമോ? ഇല്ല. നിങ്ങൾ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ നോക്കും. 10ൽ മാർക്ക് പറഞ്ഞാൽ നമ്മൾ +1നും +2നും നല്ല മാർക്ക് വാങ്ങിക്കാൻ നോക്കും. അപ്പം അതൊരു പ്രോസസ്സാണ്. നമുക്ക് നമ്മുടെ ഏജ് ഓവർ ആവുന്നിടം വരെ നമ്മൾ പഠിച്ച് ജോലി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. അതൊരിക്കലും നിങ്ങൾ 1-2 പരീക്ഷ കൊണ്ട് തളരാനോ സ്റ്റോപ്പ് ചെയ്യാനോ ഉള്ള കാര്യമല്ല. പലർക്കും ഗൈഡൻസ് ആണ് പ്രശ്നം. ഇത് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു തരാൻ പലപ്പോഴും ആരും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ കുറേ മോട്ടിവേഷൻ മാത്രം കേൾക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഒരു റാങ്ക് ഫയൽ വാങ്ങിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്യും, പിന്നെ അത് ഫോളോ ചെയ്തങ്ങ് പോകും. ഇത് പരീക്ഷ വരുമ്പോഴത്തേക്കും നമ്മളെക്കാളും കൂടുതൽ മാർക്കുള്ളവരുണ്ടാവും, നമ്മൾ പുറമേക്കായി പോവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു താളത്തിലാണ് എല്ലാവരും പോകുന്നത്. ഈ ഒരു പാതയിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പലപ്പോഴും സക്സസ് ഉണ്ടാവാറുള്ളൂ. അവിടെ നമ്മൾ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. എല്ലാവരും പോകുന്ന വഴിയെ ഏതൊക്കെയോ പഠിച്ചു പോകുന്നു, പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നു. ആ രീതി മാറ്റി പിടിക്കുക. കറക്റ്റ് പറഞ്ഞാൽ ഒരു UPSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന അതേ രീതിയിൽ പഠിക്കുക. ഏത് ടോപ്പിക്ക് പഠിക്കുന്നോ അതിനെക്കുറിച്ച് കൂടുതൽ റെഫർ ചെയ്യുക, കൂടുതൽ നോട്ട്സ് ഉണ്ടാക്കുക, എത്രത്തോളം ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് പഠിക്കുക മാത്രമല്ല നമ്മൾ പറ്റുന്ന അത്രയും റിവിഷൻ ചെയ്യും, ആക്റ്റീവ് റീകോളിങ്ങും കൂടി ചെയ്യും. അങ്ങനെ ആക്റ്റീവ് ലേണിംഗ് ആൻഡ് ആക്റ്റീവ് റീകോൾ ചെയ്യുന്ന ആൾക്കാർക്ക് എക്സാം വളരെ സിമ്പിളായിരിക്കും. മാത്രമല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ട്, അതായത് ഈ ഒരു 10 വർഷം നമുക്ക് ഇപ്പോൾ എഴുതാൻ പോകുന്ന എക്സാമിന് തൊട്ട് മുമ്പുള്ള 10 വർഷത്തെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് മനസ്സിലാവും. നമ്മളെന്തെങ്കിലുമൊക്കെ കാണാതെ പഠിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ക്വസ്റ്റ്യൻ വരുന്നത്. ആ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കി ബുദ്ധിപരമായിട്ട് പഠിക്കുന്നവന് എക്സാം ഈസി ആയിരിക്കും. തീർന്നില്ല, പഠിക്കുന്നതിനോടൊപ്പം തന്നെ ദിവസവും ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എക്സാം എഴുതുന്ന പോലെ എഴുതുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അത് എക്സാം എഴുതുന്ന പോലെ 1.5 മണിക്കൂർ സെറ്റ് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എക്സാമിന് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് വായിച്ചു പോകാനും ആൻസറൊക്കെ പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാനും കഴിയുന്നതാണ്. PSCക്ക് പഠിക്കുക എന്ന് പറയുന്നത്
ആഴ്ചയിൽ 1-2 ദിവസം പഠിക്കുന്ന കാര്യമല്ല. പലപ്പോഴും പെൺകുട്ടികളാണ് അങ്ങനെ ചെയ്യാറുള്ളത്. ഒരു ശനിയോ ഞായറോ കിട്ടുമ്പോൾ അന്ന് കുറേ കാര്യങ്ങളങ്ങ് പഠിക്കും. പിന്നെ അടുത്ത ആഴ്ച മാത്രമേ ആ ബുക്ക് എടുക്കുകയുള്ളായിരിക്കും. അങ്ങനത്തെ പഠിത്തമല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ഡെയിലി എങ്കിലും സമയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു 2 മണിക്കൂറെങ്കിലും പഠിക്കാൻ മാറ്റി വയ്ക്കണം. സമയം ഇല്ലായ്കയൊന്നുമില്ല. രാത്രിയിലെങ്കിലും നമുക്ക് 2 മണിക്കൂർ പഠിക്കാൻ കഴിയും. ആ സമയം കണ്ടെത്തി ആ 2 മണിക്കൂറെങ്കിലും ഡെയിലി പഠിച്ചു പോകുന്നവർക്കും പരീക്ഷ വളരെ ഈസി ആയിരിക്കും. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുന്നവർക്ക് PSC ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. ഒരിക്കലും തലവരെയല്ല. നമ്മൾ ചെയ്യുന്ന സ്മാർട്ട് വർക്കിലൂടെയാണ് നമുക്ക് ജോലി കിട്ടുന്നത്.